ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈകാതെ അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന രാഹുൽ പരാതി വന്നതിന് ശേഷം പിന്മാറിയിരിക്കുകയാണ്. പാലക്കാട്ടെ എം.എൽ.എ. ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ്. ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചുവെന്നും ഗർഭിണിയായ ശേഷം നിർബന്ധിച്ച് ശാസ്ത്രീയമായി ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നടക്കമുള്ള പരാതികളാണ് രാഹുലിനെതിരെയുള്ളത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം ശ്രദ്ധ നേടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നപ്പോൾ കുട്ടി വേണമെന്ന് പ്ലാൻ ചെയ്യുകയും ബ്രേക്കപ്പ് ആയതിനു ശേഷം കുട്ടി വേണ്ടെന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തതെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. അബോർഷൻ നിയമവിധേയമാണെന്നും പരസ്പര സമ്മതത്തോടെ ആവാം അത് ചെയ്തത് എന്ന് രാഹുൽ ഈശ്വർ വാദിക്കുന്നു. രാഹുലും ഒരു പെൺകുട്ടിയും ഇഷ്ടത്തിലായിരുന്നു. കല്യാണവും കുടുംബവും പ്ലാൻ ചെയ്തു. പിന്നീട് നിർഭാഗ്യവശാൽ ബ്രേക്കപ്പായി. അവരുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭാഷണങ്ങളിലെ രണ്ടെണ്ണം എടുത്ത് അതിനെക്കുറിച്ച് ഡയലോഗ് അടിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? സന്ദേശം സിനിമയിൽ ശങ്കാരടി പറയുന്നത് പോലെ ഷാഫിയും രാഹുലും എന്നുള്ള രണ്ട് കഴിവുള്ള നേതാക്കളെ പെണ്ണ് കേസിൽപ്പെടുത്തി ഗർഭകേസിൽപ്പെടുത്തി ഇല്ലാതാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായി യാതൊരു സൗഹൃദം തനിക്കില്ല. പുരുഷ കമ്മീഷൻ ബില്ലിനെ എതിർത്ത പ്രധാനപ്പെട്ട ആളാണ്. ആശയപരമായി തങ്ങൾക്ക് വലിയ വ്യത്യാസം തന്നെയുണ്ട്. തന്നെ വിഷം ആണെന്ന് രാഹുലിന് വിവരമില്ലെന്ന് പറയുന്ന ആളാണ് താനും. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യങ്ങളും പ്രണയത്തെ തകർച്ചയും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്ന ധാർമ്മിക ബോധം തനിക്കുണ്ട്. രാഹുലിനേക്കാൾ വലിയ നേതാക്കളിലെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണ കിട്ടുന്നത്? കേരളം കടലിരുമ്പി വന്നാലും നിലപാട് മാറ്റില്ലെന്ന് വി.ഡി. സതീശൻ പറയുന്നു. കേരളം കടലിരുമ്പി വരുന്നുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലായി. പോകുന്ന എല്ലായിടത്തും രാഹുൽ താരമാകുന്നു എന്നുകൊണ്ടാണ്. കേരളത്തിൻ്റെ ജനത അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ്. രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളിയുടെ നന്മയും ധാർമ്മിക ബോധവുമാണ്, രാഹുൽ ഈശ്വർ പറഞ്ഞു. മീഡിയ 1 ചാനൽ ചർച്ചയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണം.